1 second. When male and fertilization. When male and female gametes are fused together, a new cell is produced which is Okay. ഇപ്പൊ ഇതിനകത്തോടെ ഒരു സാധനം വന്ന് വീഴുന്ന കണ്ടായിരുന്നോ? Just once again see. together. A new cell is produced which is called a zygote. Did you see that? Kandu. Once again see that. That is a pollen grain. അതായത് മെയിൽ പോളൻ ഗ്രെയിൻ. അതായത് ഈ മേലിൽ നിന്നും പോളൻ ഗ്രെയിനിൽ സ്റ്റിഗ്മയിലൂടെ വന്നിട്ട് സ്റ്റിഗ്മയിൽ നമ്മൾ പഠിച്ചു, മോർണിംഗ് പഠിച്ചു. സ്റ്റിഗ്മയിൽ ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിലൂടെ വന്നിട്ട് അത് കുറച്ച് വലുതാകും. അതിനുശേഷം പോളൻ ട്യൂബിലൂടെ താഴോട്ട് വരും എന്ന് പറഞ്ഞു അല്ലെ. ആ പേജ് 151 പിക്ചറിലാണ് പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിലൂടെ ആദ്യം വളർന്നിട്ട്. അപ്പൊ ഒരേ നമ്മൾ പഠിച്ചു സെയിം സ്പീഷീസ് ഓഫ് ഫ്ലവറിലി ആയിരിക്കണം നിർബന്ധമുണ്ട്. ഇല്ലെങ്കിൽ അത് ഒന്നുമില്ല, ചീഞ്ഞങ്ങളിഞ്ഞു പോകത്തേ ഉള്ളൂ, പ്രയോജനമില്ലാതെ പോകും. അപ്പോൾ അത് മേളിൽ നിന്ന് അവിടെ പോളൻ ഗ്രെയിനിൽ വന്ന് സ്റ്റിഗ്മയിൽ വരുന്നു. സ്റ്റിഗ്മയിലുള്ള ആ ദ്രാവകമായിട്ട് കൂടിക്കലർന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാകും. അതിനുശേഷം ഒരു പോളൻ ട്യൂബ്, ഇതാണ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബിലൂടെ താഴോട്ട് വന്ന് ഓവറിയിലെത്തി ഇവിടെ എക്സെല്ലുണ്ട്. ദിസ് വൺ എക്സെല്ല് എന്ന് പറഞ്ഞാൽ ഫീമെയില് പോളന്. അപ്പൊ ഈ എക്സെല്ലുമായിട്ട് ജോയിൻ ചെയ്ത് അത് ഫ്യൂഗസ് അതിനോട് മിക്സ് ആകും. അതിന് ചേർന്ന് കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഓക്കെ, once again see that. Which is called a zygote. This process is called when male and female gametes are fused together. A new cell is produced which is called a zygote. Okay. This process is ഇതിനകത്തുണ്ടായിരുന്ന എക്സെല്ലിലേക്ക് ഫീമെയില് ആൻഡ് പൊടി ബീജം എന്നല്ല അണ്ടം എന്ന് പറയുന്ന അതിലേക്ക് വന്ന് ചേർന്നു. അപ്പൊ ഇവർ പുതിയൊരു ഭ്രൂണം എന്ന് പറയുന്നത് സൈഗോട്ട് ആയി. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായില്ലേ? called fertilization. After ഫെർട്ടിലൈസേഷൻ അത് രണ്ടും കൂടെ മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ആ കുഞ്ഞു സാധനം പിന്നെ ഗ്രാജുവലി വളരാൻ തുടങ്ങും. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ചേഞ്ചസ് ഇൻടു ഫ്രൂട്ട് ആൻഡ് ഓവൽസ് ഡെവലപ്പ് ഇൻടു സീഡ്സ്. ഓക്കെ, fertilization, ovary changes into fruit and the ovules develop into seeds. The seed contains an embryo enclosed in a protective seed coat. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. When male and female gametes are fused together, a new cell is produced which is called a zygote. This process is called fertilization. സൈഗോട്ടിനി വളരും, വലുതാകും. After fertilization, ovary changes into fruit and ഓക്കെ, എന്നിട്ട് ആ ഓവറിയാണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. അതിനകത്തുണ്ടായിട്ട് വന്നിട്ടുള്ള രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ആ സാധനമില്ലേ സൈഗോട്ട് ദ സീഡ് ആവുകയാണ്. ആ സീഡിന് സീഡ്സ് കോട്ടിംഗ് ഒക്കെ ഉണ്ടാകും. പിന്നെ ആ സീഡാണ് പുതിയൊരു പ്ലാന്റ് ആകുന്നത്. ഓക്കെ, the ovules develop into seeds. The seed contains an embryo enclosed in a protective seed coat. Fruit may be either fleshy or hard. Okay, I hope you might have understood. Did you understand? മനസ്സിലായോ ദിയ കുട്ടി? ഓക്കെ, നെക്സ്റ്റ് സീഡ് ഫോർമേഷൻ. സീഡ് ഫോർമേഷൻ ഇപ്പം നമ്മൾ കണ്ടത് തന്നെയാണ്. ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ സൈഗോട്ട് ദ പെറ്റൽസ് സെപ്പൽസ് ആൻഡ് സ്റ്റാമൻസ് വിതർ അവേ ആൻഡ് ഫോൾ ഓഫ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ അത് പതിയെ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അടർന്നടർന്ന് പോകും അല്ലേ. ആ ഫ്ലവറിൽ ഉണ്ടായിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഫ്ലവറിന്റെ ഓരോ ഭാഗങ്ങൾ അതിന്റെ എല്ലാം അടർന്നടർന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഉള്ളില് വന്ന പോളൻ ഗ്രെയിന് ഈ പറയുന്ന എക്സെല്ലുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പിന്നെ ആ ഓവറി വലുതായിട്ട് ഫ്രൂട്ട് ആവുകയും എന്നിട്ട് ഓവല് എന്താകുന്നു, ഓവൽ അതിനകത്തുനിന്ന് സീഡ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ അതാകുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞ പോലെ ബാക്കി ഭാഗങ്ങളൊക്കെ എന്ത് സംഭവിക്കുന്നു? വിതർ മീൻസ് കൊഴിഞ്ഞു പോവുക, വാടി പോവുക, അല്ലെങ്കിൽ ഫോൾ ഓഫ്, താഴെ വീണ് പോവുക. നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പയറൊക്കെ ഉണ്ടെന്ന രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പയറൊക്കെ നട്ടിട്ടുണ്ട്, പച്ചക്കറികളൊക്കെ ഉണ്ടോ? ദിയാ വീട്ടില്
പയറോ പാവലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൃഷിയുണ്ടോ? ഓക്കെ. അങ്ങനെയൊന്നുമില്ല. അതിന്റെ ഫ്ലവേഴ്സ് എല്ലാ ഫ്ലവറിലും ഫ്രൂട്ട് ആവുന്നില്ല അല്ലെ? അതെന്തുകൊണ്ട് എല്ലാ ഫ്ലവറിലും ഫ്രൂട്ട് ആവാത്തതിന്റെ കാരണം മനസ്സിലായില്ലേ? ഒന്നുകിൽ അത് ഫീമെയിൽ മാത്രമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ മെയിൽ മാത്രമായിട്ടുള്ളതായിരിക്കും. അതിലേക്ക് ഫീമെയിൽ ഫ്ലവറിലേക്ക് മെയിൽ പോളൻ ഗ്രെയിൻ വന്നാൽ മാത്രമേ ആവുകയുള്ളൂ. ഇനി അത് വന്നില്ലെങ്കിൽ 2 ദിവസത്തെ അതിന് സമയമൊക്കെ ഉണ്ട്, ഒരുപാട് നാളത്തെ നിൽക്കുന്നില്ല. ആ സമയത്തിനുള്ളിൽ അതിനകത്ത് പോളൻ ഗ്രെയിൻ വന്നിട്ടില്ല എങ്കിൽ അത് കൊഴിഞ്ഞു പോകും. ഇനി വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ അത് പുതിയ സീഡൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങളുടെ വീട്ടിൽ പയറൊക്കെ ഉണ്ട്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കുഞ്ഞു പയറിൻ്റെ ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബാക്കി ഭാഗങ്ങളൊക്കെ ദ്രവിച്ച് അല്ലെങ്കിൽ കേടായിട്ട് പോകും, ബാക്കിയെല്ലാം പോകും. ഓൺലി ഓവറി റിമെയിൻസ്. ദ ഓവൽസ് ഇൻ ദ ഓവറി കണ്ടെയ്ൻസ് എ സപ്ലൈ ഓഫ് ഫുഡ്. The zygote takes in this food and begins to grow by cell divisions. പിന്നെ അതിന്റെ സെൽ ഡിവൈഡ് ചെയ്ത് കോശങ്ങളൊക്കെ വിഭജിച്ച് കുറെ കോശങ്ങളായി അത് വളരാൻ തുടങ്ങും, വലുതാകാൻ തുടങ്ങും സൈഗോട്ട്. In some time it becomes an embryo. Meanwhile the walls of the ovals developed hard layers and form seeds. അത് ഇപ്പൊ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടത് തന്നെ സീഡ്സ് ആയി മാറും. The seeds contains of a young plant with a stored food sealed within a hard layer. ഇനി അതിനൊരു ഹാർഡ് ഷെൽ ഉണ്ടായിരിക്കും. എല്ലാ സീഡ്സിനും ഒരു ഹാർഡ് ഷെൽ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളില് നമുക്കറിയാം, നമ്മൾ പയറാണേലും അതിൻ്റെ ഉള്ളിൽ വൈറ്റ് ആയിട്ട് കാണുന്ന ഭാഗം ആ പ്ലാന്റിന് തിന്നാനുള്ള, അതായത് ന്യൂ പ്ലാന്റ് ഉണ്ടാകുമ്പോൾ അത് ഏബിൾ അല്ല മണ്ണിൽ നിന്നും ഫുഡൊക്കെ വലിച്ചെടുത്ത് തൽക്കാലം ജീവിക്കാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് 2, 3, 4, 5 ദിവസമൊക്കെ വേണം മണ്ണിൽ നിന്ന് ഫുഡൊക്കെ വലിച്ചെടുത്ത് ജീവിക്കാൻ, കുറച്ച് ദിവസങ്ങൾ വേണം അല്ലേ? അപ്പൊ ആ ഒരു കാലയളവിൽ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സീഡിനുള്ള ആ ഫുഡിന്റെ ഉദ്ദേശം. മനസ്സിലായോ? നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഇഫ് യു ഹാവ് cashewnut plant, do you have cashewnut plant or have you seen cashewnut plants? കപ്പിലണ്ടിയുടെ മരം, എന്താ കപ്പിലമാങ്ങപ്പഴത്തിന്റെ അതിന്റെ മരം കണ്ടിട്ടുണ്ടോ? വീട്ടിലുണ്ടോ? ഓക്കെ. അതിന്റെ കപ്പിലണ്ടി പഴം നമ്മൾ തിന്നും, കപ്പിലണ്ടി നമ്മൾ ചൂട്ട് തിന്നും അല്ലേ? തിന്നിട്ടുണ്ടോ? ഉണ്ട്. ദിയ കുട്ടിയാ? ഉണ്ട്. ഓക്കെ, ശരി. ആ സാധനം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കപ്പിലണ്ടി ഒക്കെ വീണ് നിലത്ത് കിടന്നിട്ട് മണ്ണിൽ നിന്ന് മുളച്ചിട്ടുണ്ടാകും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെയും പറിച്ചു തിന്നും. അതിന്റെ 2 അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്ന പച്ച കളറിൽ വരുന്ന ആ സാധനം പറിച്ചത് നല്ല ടേസ്റ്റ് അല്ലേ? ചൊനയുണ്ടെങ്കിൽ ഇച്ചിരി നേരം പറിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ചൊനയൊക്കെ മാറി തിന്നാൻ നല്ല ടേസ്റ്റാ. ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ when I was a small child and all, we had many കാഷ്യൂ പ്ലാന്റ്സ്, കാഷ്നട്ട് പ്ലാന്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കപ്പലണ്ടിക്ക് പറക്കി വിൽക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കപ്പലണ്ടിയുടെ മരമൊന്നും ഇല്ലല്ലോ, കശുവിന്റെ മരമൊന്നും ഇല്ലോ, അന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മഴക്കാലം തന്നെ ഒരുപാട് കപ്പലണ്ടി വീഴും. അപ്പൊ നമ്മൾ പെറുക്കാനൊന്നും പോലെ, പിന്നെ സ്കൂൾ തുറക്കും, ജൂൺ മാസമൊക്കെ ആയില്ലേ, സ്കൂൾ തുറക്കുമ്പോൾ കപ്പലണ്ടി ഒന്നും പെറുക്കാൻ പോകുകയില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ കപ്പലണ്ടിയുടെ കളർ മാറും, സംവാട്ട് ബ്ലാക്ക് പോലെയൊക്കെ ആകും, കുറച്ച് മറ്റേ വൈറ്റ് പോലെ കളറല്ലേ. അപ്പൊ കടയിലൊന്നും അങ്ങനെ എടുക്കത്തില്ല. അപ്പൊ ഈ സാധനം മണ്ണിൽ കിടന്ന് മുളച്ചിട്ട് നിങ്ങൾ അത് പെറുക്കൊണ്ടൊന്ന് കറിയൊക്കെ വെക്കും, നല്ല ടേസ്റ്റാ. ഇത് മുളച്ചൊരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഓക്കെയാണ് അതിന്റെ ആ സാധനം കശുവണ്ടിയുടെ പരിപ്പ് പറിച്ചു തിന്നാന്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പയ്യെ എന്താണ്, ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് വരും. വൈ? അതിനകത്തുള്ള ഫുഡെല്ലാം ഈ പ്ലാന്റ് ഉപയോഗിച്ചു. പിന്നെ എന്താ പറയുന്നത്, വേസ്റ്റ് ആയിട്ടുള്ള വരുന്നതാണ്, അതിന് ടേസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാല് ഓരോ സീഡ്സിനും അതിന് സീഡ് കോട്ട് ഉണ്ടാകും. ആ കോട്ടിന്റെ ഉള്ളിലാണ് അതിനാവശ്യമായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ന്യൂ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ന്യൂ പ്ലാന്റ് ആകുമ്പോൾ അതിന് തൽക്കാലം മണ്ണിൽ നിന്നും അതിന് റൂട്ടൊന്നും ആയി വരുമ്പോഴത്തേനും ഒക്കെ മണ്ണിൽ നിന്നും മിനറൽസ് ഒക്കെ വലിച്ചെടുക്കാനുള്ള പ്രാപ്തി ആവുന്നത് വരെ ജീവിക്കാനുള്ള വകയാണ് ഈ ഫുഡ് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട് ഫോർമേഷൻ. As the seeds form, the ovary begins to swell. In time, it becomes a fruit. So a fruit is actually a developed ovary. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മാംഗോ വിരിഞ്ഞു വന്ന ഒരു കുഞ്ഞാണ്. അത് ഗ്രാജുവലി ആസ് ഡേയ്സ് ഗോസ് ഇറ്റ് ബിക്കംസ് ബിഗ് ഗൺസ്. ഇറ്റ് മാംഗോ ഒക്കെ, കുഞ്ഞു മാംഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വിരിഞ്ഞു വരുമ്പോൾ ലേശം ഉണ്ടാവുള്ളൂ, അതിനുശേഷം അത് വളർന്ന് വലുതാവും. ആക്ച്വലി ഇറ്റ് ഈസ് എ ഓവറി ഓഫ് ദാറ്റ് flower. As the seeds form, the ovary begins to swell. In time, it becomes a fruit. So the fruit is actually a developed ovary. Some fruits such as mangoes and apples are sweet and juicy. Some fruits such as almonds and walnuts are hard. A fruit can have 1 or more seeds inside it. ഈ ഓവറി വലുതാകുന്നതാണ്
ശരിക്കും ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓരോ പ്ലാന്റിനെ ഫ്രൂട്ട് എന്ന് പറഞ്ഞതിന്റെ ഫ്ലവറിലെ ഓവറി becomes larger. When it becomes larger, we call it എന്താ റെക്കോർഡിംഗ് ആവുന്നുണ്ടോ? എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഓവറി വലുതായാണ് ഫ്രൂട്ട് ആകുന്നത്. എനിവേ ഫ്രൂട്ട്സ് ആർ നോട്ട് ഇൻ ദ സെയിം ടൈപ്പ്. സം ഫ്രൂട്ട്സ് ആർ വെരി fleshy and some will be hard. We know that mango, apple and all the fruits like apple, orange, then mango and all are very fleshy and very tasty, sweet and all. Some will be sour and some will be very hard like almond and all. Almond, walnuts അങ്ങനെയുള്ളതൊക്കെ ഹാർഡ് ആയിരിക്കും, ചിലത് ഫ്ലഷി ആയിരിക്കും, ചിലത് സ്വീറ്റി ആയിരിക്കും, ചിലത് സോർ ആയിരിക്കും അല്ലേ, ചിലത് ജ്യൂസി ആയിരിക്കും, അങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓരോ ഫ്രൂട്ടിലും സാധാരണ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സിലും അതിനുള്ളിൽ സീഡ്സ് ഉണ്ടാകും. എല്ലാ ഫ്രൂട്ട്സിലും അതിൽ ഇൻ സം ഫ്രൂട്ട്സ് ദർ വിൽ ബി വൺ സീഡ് like a mango. In mango, how many seed will be there? In one mango, how many seed will be there? Only one seed will be there. In coconut, how many seed will be there? Only one, isn't it? Okay. But some fruits are having more than one. If you cut an apple, there will be more seeds. If you cut a jackfruit, how many seeds are there? Isn't it? So many seeds are there. As according to the size of the jackfruit, the number of seeds also will be increasing, isn't it? Okay. So some fruits will have one or single seeds, and some will have more, some will have many. Next, dispersal of seeds. A planter produces a large number of seeds. നമുക്കറിയാം ഒരു പ്ലാന്റില് ഒരു ഫ്രൂട്ട് ആയിരിക്കില്ല ഉണ്ടാവുന്നത്, കുറേ ഫ്രൂട്ടുകൾ ഉണ്ടാകാം അല്ലെ. ഒരു മാംഗോയിൽ ഒരു സീഡേ ഉള്ളെങ്കിലും ആ മാവിൽ കുറേ മാങ്ങ കായ്ക്കാം. ആ മാങ്ങയ്ക്കുള്ളിലെ മാങ്ങയുടെ സീഡ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള സാധനമാണ് അല്ലെ. മാങ്ങ അണ്ടി എന്ന് പറയില്ല, നിങ്ങൾ എന്താ പറയുന്നതിന്? മാംഗോ സീഡിന് എന്താ പറയുന്നത്? മാങ്ങ അണ്ടി തന്നെയാണ് പറയുന്നത്. ഓക്കെ, ശരി, സംഭവം മനസ്സിലായില്ലേ? അപ്പം ഒരു മാംഗോയില് ഒരു സീഡേ ഉള്ളുവെങ്കിലും ഒരു മാവില് കുറേ ഫ്രൂട്ടുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അതിന് കുറേ മാംഗോ സീഡ്സുകളും ഉണ്ടായിട്ടുണ്ടാകും ഓരോ വർഷം. ഇയർലി എത്രയോ മാംഗോ. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിന് ഇങ്ങ് വരുമ്പോൾ, നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന സമയം റോഡ് സൈഡിലൊരു മാവ് ഇലയുണ്ടോന്ന് പോലെ സംശയം, അതുപോലെ മാംഗോസ്. പക്ഷെ കുറെ ഇങ്ങനെ കൊഴിഞ്ഞു വീണിട്ടുണ്ട്, കുഞ്ഞ് കുറെ വലുതാന്നനുസരിച്ച് കുറെ കൊഴിഞ്ഞു പോകും. എങ്കിൽ പോലും countless ആണ്, countless. So many mangoes are there. Faith, are you there? Yes, miss. ഉണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു, നീ അലൈവ് ആണോ ഡെഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി കേട്ടോ. ശരി. അപ്പൊ കൗണ്ട്ലെസ് ആയിട്ട് മാംഗോ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ നോട്ടിഫൈ ചെയ്തതാണ് ആ മാംഗോ ട്രീ. കാരണം വഴി സൈഡിലായതുകൊണ്ട് നമ്മളിങ്ങനെ ബസ്സിനൊക്കെ വരുമ്പോൾ എപ്പോഴും കാണുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇയർലി അത് ഇറ്റ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് മാംഗോ ഫ്രൂട്ട്സ് ഓർ എനിവേ പച്ചമാങ്ങയൊക്കെ പറിച്ച് വിൽക്കുമായിരിക്കും അവര്. മുഴുവൻ പഴുക്കാനൊന്നും നിൽക്കുന്നില്ലായിരിക്കും, അതിനെ നമ്മൾ അറിയുന്നില്ല. എനിവേ, if all these mangoes become mango fruits and all the seeds fall below that mango tree or under the mango tree, what would happen? All the seeds will may become new plants. If it doesn't become all, nearly 90-95% of seeds will become new plants, isn't it? If all these new plants grow there itself, what may happen? It may not get sufficient space to move around, means the roots may not get sufficient space to go deep into the soil to search for minerals and water, and it will not get sufficient sunlight. So it cannot do the photosynthesis if it doesn't get proper sunlight and all. So a lot of problems will be there. So the nature has different methods to disperse the seeds of any tree. Okay, if you might have gone to any forest side, you might have seen there in some forest sites and forest, if you go inside the forest, you can see very less sunlight will be there. So many trees will be there, but very less sunlight will be there, isn't it? Okay,
Like the same way, if all these mango seeds fall every year, just under the tree, it is not so easy for all the mango trees to grow their new plants. This year there will be so many new plants, next year same place, again new plant. അതെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് പ്രകൃതിയാലുള്ള ഒരു ഇതാണ് ഡിസ്പോസൽ ഓഫ് സീഡ്സ് ത്രൂ ഡിഫറെന്റ് ഏജൻസ്. A plant produces a large number of seeds. If all these fall below the plant and start growing, they will not get enough space, water, minerals, and sunlight. And they will not develop into healthy plants. Many of them may even die. അപ്പം നമ്മളിങ്ങനെ ഒരു മരത്തിൻ്റെ ഒക്കെ ചോട്ടിൽ ചെന്ന് കുറേ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നന്നായിട്ട് വളരുന്നേ ഉണ്ടാവില്ല. കാരണം അതിന് സഫീഷ്യൻറ്റ് സൺലൈറ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, അതിന് വേര് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് മിനറൽസ് ഒക്കെ വലിച്ചെടുക്കാൻ പറ്റാതെ വരും. അപ്പം അത് നന്നായിട്ട് വളരാൻ പറ്റത്തില്ല, ഇങ്ങനെ മുരടിച്ച് പിടിച്ച പോലെ നിൽക്കും. പിന്നെ അല്ലെന്നൊരിയില്ല അതിനെന്താ പറയണ്ടേ, ആവശ്യത്തിന് വെള്ളമൊന്നും കിട്ടത്തില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഉണങ്ങിയൊക്കെ പോകും. അഥവാ ഉണങ്ങി പോകാതെ നിന്നാലും വലിയ കാര്യമായിട്ട് വളരാതെ മുരടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ സാധാരണ കൃഷി ചെയ്യുന്നൊക്കെ ആണെങ്കിൽ പറിച്ച് ഒന്ന് അപ്പുറത്തോട്ട് മാറ്റി കുറച്ച് സ്പേസ് ഉള്ളിടത്തൊക്കെ നടും. പക്ഷെ ഇതെല്ലാ കേസിലും അന്നാണ് പോസിബിൾ അല്ല. സോ നേച്ചർ ഹാസ് എ ഡിഫറെന്റ് മെത്തേഡ്സ് ടു ഡിസ്പേഴ്സ് ദ സീഡ്സ്. Nature has arranged some agents of dispersal by which the seeds of a plant get scattered over a large area. This is called the dispersal of seeds. Below are discussed some such agents of dispersal of seeds. First one is wind. കാറ്റ് വീശി വെയിറ്റ്ലെസ് ആയിട്ടുള്ള സീഡ്സുകളെല്ലാം പറന്ന് പോകും. നമുക്കറിയാം അപ്പൂപ്പൻ താടി കണ്ടിട്ടില്ല, വളരെ ഈസി ആയിട്ട് ഇവിടെ പിക്ചർ കാണാം. അപ്പൂപ്പൻ താടി കാണാത്തവരും അപ്പൂപ്പൻ താടിനെ പിടിക്കാത്തവരും ഒന്നും ഇല്ല അല്ലേ? റൂളായിട്ടില് 7th പിള്ളേർ പിടിച്ചിട്ടില്ല? ഉണ്ട് അല്ലെ? ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ? ഇപ്പൊ അപ്പൂപ്പൻ താടിയൊക്കെ ഇതിൽ പറന്നു പോവുകയാണെങ്കിൽ ഇവൻ ഞാൻ ഇത്രയും പ്രായമായതാണ് ഞാനും ട്രൈ ചെയ്യും അതിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പം ഇതെന്താ ഇങ്ങനെ കാറ്റത്ത് പറഞ്ഞു? പുള്ളി ഇങ്ങനെ ടൂർ പോകുന്നതാണോ? അപ്പൂപ്പൻ താടി എങ്ങോട്ട് പോകുന്ന ഫെയ്ത്തേ? ഇവിടെ ഉണ്ടോ? ഇല്ല. എങ്ങോട്ടാ പോന്നേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചോദിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ ഇത് ടൂർ പോകുന്നതായിരിക്കാം അല്ലേ? അതെ, ആയിരിക്കാം മോസ്റ്റ്ലി. ഓക്കെ, ശരി, നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് എ വേ ഓഫ് ഡിസ്പോസൽ ഓഫ് സീഡ്. അതിന്റെ അപ്പൂപ്പൻ താടിയുടെ താഴെ കണ്ട ഒരു ഇച്ചിരി തടിച്ച ഭാഗം ഒരു യെല്ലോ കളർ പോലെ കണ്ടിട്ടില്ലേ? നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ഒരു ബ്ലാക്ക് കളർ പോലെയാണ്. അത് അതിന്റെ സീഡാണ്. അപ്പൊ ആ സീഡ് ഇങ്ങനെ കാറ്റത്ത് പറന്നു പോയി കാറ്റ് എവിടെയെങ്കിലും നിൽക്കുമ്പം സാധനം താഴെ വീണ് അവിടെ കിടക്കും. മഴ പെയ്യുമ്പം അവിടെ നിന്ന് മുളച്ചു വരും. ഓക്കെ, seeds of cotton or dandelion have a tiny hair surrounding them, while the maple seed has wings attached to it. ഇനി മാപ്പിൾ സീഡ് എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഒരു വിങ്സ് പോലെ ഒരു സാധനം ഉണ്ട്. അത് തന്നെ ഇങ്ങനെ കാറ്റത്ത് പറന്നു പോകും. എന്നിട്ടോ these adaptations help the seeds to be carried by the wind. It has no weight at all, weightless. അപ്പൊ ഇങ്ങനെ കാറ്റത്ത് പറന്ന് പൊക്കോളും. അതിന്റെ ഒക്കെ കുരു അപ്പൂപ്പൻ താടിയുടെ മരം കണ്ടിട്ടുണ്ടോ? പാലമരം പോലത്തെ ഒരു മരമാണ്. ഉണ്ട് മിസ്, ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്കൂളിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. നെക്സ്റ്റ് വാട്ടർ ഒരു ഏജന്റ് ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. കോക്കനട്ട് സീഡ് ഹാസ് എ തിക്ക് കോട്ട് ഓഫ് ഫൈബർ ദാറ്റ് എനേബിൾസ് ഇറ്റ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. The lotus fruit has a spongy part that enables it to float. These plants grow near the water and their seeds are carried to far off places by water. You might have seen during rainy season in rivers or in streams and all, when there is so much of water, some coconuts are flowing. Have you seen that? Have you gone to rivers during rainy season when it overflows? Okay. സോ നമുക്കറിയാം ലോട്ടസ് ഒക്കെ വെള്ളത്തിലാണ് അല്ലെ? അപ്പൊ ഈ ലോട്ടസ് കോക്കനട്ട് പ്ലാന്റിന്റെ പ്രത്യേകത വെച്ചാൽ കോക്കനറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോട്ട് ഇൻസൈഡ് അത് ഫ്രീ ആണ്, ഉള്ളിൽ ഹോളോ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല. വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി പൊക്കോളും. എന്നിട്ട് അത് എവിടെയെങ്കിലും തടഞ്ഞൊക്കെ നിന്ന് കഴിയുമ്പോൾ അവിടെ മുളയ്ക്കും. ഇതുപോലെ നമ്മളെപ്പോലെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ പെറുക്കിയെടുത്ത് കുഴിച്ചും വെക്കും അല്ലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. വാട്ടർ വിൽ ഹെൽപ്പ് ഇൻ ഡിസ്പോസൽ ഓഫ് സീഡ്സ്.
നെക്സ്റ്റ് ആനിമൽസ്. ഇനി ആനിമൽസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നറിയാവോ? സം ആനിമൽസ് നമുക്കറിയാം, ചില ആനിമൽസ് ഫ്രൂട്ട്സ് മൊത്തം അങ്ങ് വിഴുങ്ങും. നമുക്കറിയാം ഈ ക്രോയൊക്കെ കണ്ടിട്ടില്ലേ? ക്രോ പോലെയുള്ള സം ബേർഡ്സ്, സം അനിമൽസ്, ഇതൊക്കെ. പിന്നെ നമ്മുടെ എന്താ പറയുക, ബാറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാല്, ബാറ്റൊക്കെ നല്ലോണം ചെയ്യുന്നു. എന്താ വവ്വാല് രാത്രിയിലാണ് പുള്ളി ഇറങ്ങുന്നത്. ഹി വിൽ ഈറ്റ് ദ ഫ്രൂട്ട്സ് ആൻഡ് ഓൾ. അതിന് മരത്തിൽ നിന്ന് അത് എന്ത് ചെയ്തിട്ട് മിക്കവാറും അവിടെ ഇരിക്കത്തില്ല. ഇപ്പൊ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് എ കാഷ്നട്ട് പ്ലാന്റിലാണ് അവിടെ ഇരുന്ന് കാഷ്നട്ട് പറിച്ചിട്ട് പറന്ന് അപ്പുറത്ത് വേറെ ഏതെങ്കിലും പറമ്പിൽ പോയിട്ട് അവിടെ ഇരുന്ന് തിന്നിട്ട് അതിന്റെ സീഡ് അവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും കശുവണ്ടി നമ്മുടെ വീടിന്റെ മുറ്റത്തോ അല്ല നമ്മുടെ പറമ്പിലൊക്കെ. നമ്മുടെ പറമ്പിൽ ഒരു കശുവണ്ടിയുടെ മരവേ ഉണ്ടാവത്തില്ല, പക്ഷെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് തിന്നിട്ട് ഇവിടെ കൊണ്ടിരുന്ന് തരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ? പിന്നെ പ്രത്യേകിച്ച് മറ്റേ അരക്കനട്ടുണ്ടല്ലോ, എന്താ പറയുന്നത്, അരക്കനട്ട് എന്ന മലയാളത്തിൽ പറഞ്ഞ അടയ്ക്ക. കണ്ടിട്ടുണ്ട് അടയ്ക്ക? അറിയാവോ? ഓക്കെ. ഈ അടയ്ക്കയൊക്കെ വവ്വാല് പറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ചപ്പി അതിന്റെ ജ്യൂസ് അതിന് ഇഷ്ടമാണ്. അതിന്റെ ഒരു എന്താ പുളിപ്പ് പോലെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അത് തിന്നിട്ട് നമ്മുടെ പറമ്പിൽ അടയ്ക്കാൻ മരവേ ഉണ്ടാവത്തില്ല, കമുകേ ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പം നമ്മുടെ മുറ്റത്തൊക്കെ പറമ്പിലൊക്കെ കുറെ അടയ്ക്കകൾ കാണും. എവിടുന്നാ വരുന്നത്? രാത്രി ഓടി വരുന്നല്ല, വവ്വാല് കൊണ്ടുവരുന്നതായിരിക്കും. ഇങ്ങനെ സം അനിമൽസ്. പിന്നെ നമ്മുടെ ക്രോയൊക്കെ ഇങ്ങനെ തിന്നിട്ട് അത് കാഷ്ടിച്ച് കഴിയുമ്പോൾ അതിന്റെ കാഷ്ടത്തിലൂടെ ഇതിന്റെ സീഡ്സ് പുറത്തു വരും. സീഡ്സ് നമ്മുടെ പറമ്പിലൊക്കെ കാന്താരി ചെടികളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മൾ നട്ടതൊന്നും ആയിരിക്കില്ല ഇതൊക്കെ. ഈ കാന്താരി പഴുത്ത് കഴിയുമ്പോൾ നമ്മുടെ ക്രോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളർ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്, ചുമന്ന കളറല്ലേ. തിന്നുമ്പോഴല്ലേ എന്റെ ടേസ്റ്റ് അറിയുള്ളൂ അല്ലേ? അപ്പം ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ തിന്നിട്ടില്ലേ? ഇല്ല ദിയ, കാന്താരി ഒന്നും തിന്നിട്ടില്ല? അമ്മയോട് ചോദിച്ചു നോക്കൂ കേട്ടോ, കുഞ്ഞായിരുന്നപ്പം. നോട്ട് വെൻ യു ഗ്രോൺ അപ്പ്, വെൻ യു സ്മോൾ ബേബി. ഫെയ്ത്ത്, ഹാവ് യു ഈറ്റൻ സ്മോൾ ചില്ലി? നോ മിസ്. അയ്യോ, എനിക്ക് ഈ ട്രൂലൈറ്റിലെ പിള്ളേരുടെ സത്യസന്ധത ഭയങ്കര ഇഷ്ടമാട്ടോ. ആസ്ക് യുവർ മമ്മി വെദർ യു ഹാവ് ഈറ്റൻ ഓർ നോട്ട്. ഓക്കെ, you people may not be knowing because when you are small you might have eaten. ചെറുപ്പത്തിലാണ്, ഇച്ചിരി അറിവായതിനു ശേഷം പിന്നെ തിന്നിയല്ല, കാരണം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇല്ല അത് കാരണം. നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ചെറുപ്പത്തിൽ അത് കാണാനുള്ള ഭംഗിയുടെ കറിയിലിട്ടപ്പോ അറിയാതെ കടിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലേ? ഓക്കെ. അല്ല, ഈ കുഞ്ഞു പിള്ളേരില്ല, എന്താന്നാ പറയുന്നേ, ക്രൗളിംഗ് ബേബീസ്, മുട്ടയിലൊക്കെ എഴുതി നടക്കുന്ന, പയ്യെ പിടിച്ച് നടക്കാറൊക്കെ ആവുന്ന ബേബീസ് അടുപ്പിൽ തീയൊക്കെ കാണുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് പിടിക്കാൻ നോക്കും, ട്രൈ ചെയ്യും ഇല്ലേ? എത്രയോ തവണ കൈയൊക്കെ വിറകൊള്ളിയിലൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ട്. അമ്മയോട് ചോദിച്ചു നോക്കും കേട്ടോ, കുഞ്ഞിൽ എന്തെല്ലാം വീരസാഹസികങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നല്ല ഡീസന്റ് ബോയ്സും ഡീസന്റ് ഗേൾസും ആയപ്പോ നോക്കിയേ എന്താ ഇരിപ്പ്. ശരി, അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്കന്ന് തിരിച്ചറിവില്ല, അത് പൊള്ളും എന്നറിയില്ല. അപ്പം വന്നിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ടാകും. പിന്നെ തീപ്പെട്ടി ഉരയ്ക്കുന്ന പരിപാടിയൊക്കെ കുഞ്ഞിലെ ഇഷ്ടം പോലെ ചെയ്തിട്ടില്ലേ? തീപ്പെട്ടി ഉരയ്ക്കും, ഷുന്ന് സൗണ്ട് കേൾക്കും, തീ കാണും. പക്ഷെ കൈ പൊള്ളുമ്പോഴാണ് പിന്നെ കാറാൻ തുടങ്ങുന്നത്. അതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ അനിമൽസ്, സം സീഡ്സ് സച്ച് ആസ് സാന്ത്യം ആൻഡ് ടൈഗർ നെയിൽ. എന്ത് സാധനമാ അത്? സോന്തിയം സീഡ്സ് ഹെൽപ് ദം ടു ഗെറ്റ് ഡിസ്പെർസൽ ബൈ ആനിമൽസ്. മറ്റേ നമ്മുടെ എന്താ പറയുന്നത് എന്ന് പറയാമോ, ഉടുപ്പയിലൊക്കെ പറ്റിപ്പിടിക്കുന്ന സ്ഥാനത്തിന് നിങ്ങൾ എന്താ പറയുന്നേ? അയ്യോ, ഊർപ്പൻ നിങ്ങൾ പറയുന്നത് എന്താ പറയുന്നത് നിങ്ങള്? മുള്ളു പോലത്തെ സാധനം നമ്മളിങ്ങനെ നടക്കുമ്പോ നമ്മുടെ ഉടുപ്പയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കല്ലേ? അത് അറിഞ്ഞൂടാ, പേരറിഞ്ഞൂടാ, പക്ഷെ കുറെ പറ്റിയിട്ടുണ്ട്. സാധനം അറിയാലോ അല്ലേ? മനസ്സിലായി, അത് മതി. ഓക്കെ. ഇങ്ങനെ ഇനി പല പുല്ലിന്റെ പൂവും ഇതെന്നൊക്കെ പറയുന്ന ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിക്കും. മറ്റൊരു ഊർപ്പൻ എന്ന് പറഞ്ഞാൽ ഈ മോളിൽ കാണുന്ന സാധനമാണ്. ഊർപ്പലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച ഒരു മുള്ളു പോലത്തെ ഒരു സാധനം. എന്നിട്ട് നമ്മളിങ്ങനെ പറിച്ച് കളയും. ഓക്കെ. പിന്നെ ഈ പശു, ആട് ഒക്കെ ഉണ്ടെന്നിട്ട് ഈ പുല്ലിനകത്തൂടെ നടക്കുന്നല്ലേ പുല്ലൊക്കെ തിന്ന്. അപ്പൊ അവരുടെ ദേഹത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. കണ്ടിട്ടുണ്ടോ? പശു ഉണ്ടോ വീട്ടില്? ഇല്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? Okay, some seeds such as the Sandhium and the tiger nail have hooks or spins which help them to stick to the fur of animals or to our clothes. നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അനിമൽസിന്റെ ഫറിൽ രോമത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. Then and get carried away. Some seeds eaten along with the fruit pass out unharmed in the waste and germinate where they fall.
ഓക്കെ. അപ്പൊ നമ്മുടെ ദേഹത്തൊക്കെ ഊർപ്പം പിടിച്ച് നമ്മൾ പറമ്പിൽ പണിക്ക് പോയി, അവിടുന്ന് പറമ്പിൽ ഇതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഊർപ്പം പിടിച്ച് നമ്മൾ വീട്ടിൽ വന്നു, വീടിന്റെ മുറ്റത്തോട്ട് ഇതെല്ലാം കൂടെ പറിച്ചിട്ടു, ഡ്രസ്സെല്ലാം പറ്റി പിടിച്ചില്ല, അതെല്ലാം പറിച്ചു വന്നു. അപ്പൊ അവിടുത്തെ പ്ലാന്റിന് സീഡ്സ് ഇവിടെ വീണു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് വിൽ ജെർമിനേറ്റ് ഹിയർ. ദെൻ സം പ്ലാന്റ്, സം ആനിമൽസ് വിൽ ഈറ്റ് ഇൻക്ലൂഡിങ് ദ ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് അടക്കം വിഴുങ്ങും, തിന്നും. അപ്പോൾ ചവച്ചരച്ചില്ല എങ്കിൽ, വിഴുങ്ങിയതൊക്കെ ആണെങ്കിൽ അത് അൺഹാംഡ് ആയിട്ട് പുറത്തു വരും വേസ്റ്റിലൂടെ കാഷ്ടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ മുളച്ചു വരും. ഈ പ്രത്യേകിച്ച് ചീനിയൊക്കെ അങ്ങനെയാണ്, കാന്താരി ചീനിയൊക്കെ ഒരുപാട് മുളച്ചു വരും പറമ്പിൽ കൂടെ ഒക്കെ. എന്താ നമ്മളാരും നട്ടിട്ടൊന്നുമല്ല, പകരം ഈ കാക്കയും അങ്ങനത്തെ പക്ഷികളൊക്കെ തിന്നിട്ട് അതിന്റെ വേസ്റ്റിലൂടെ വരും. ഓക്കെ. നെക്സ്റ്റ് മെത്തേഡ് ഈസ് എക്സ്പ്ലോഷൻ ഓഫ് ഫ്രൂട്ട്. എക്സ്പ്ലോഷൻ മീൻസ് ബ്രേക്കിംഗ് ഔട്ട്, പൊട്ടിത്തെറിക്കുന്നത്. ദ ഫ്രൂട്ട് ഓഫ് ജെറാനിയം, balsam and pea burst on drying. This causes the seeds to be thrown away from the parent plant. Okay. Next, explosion. Explosion ആണ് പൊട്ടിത്തെറിക്കുക. നിങ്ങളുടെ വീട്ടിൽ ബാൾസം പ്ലാന്റ് ഉണ്ടോ? ബാൾസം അതിന്റെ ഇങ്ങനെ ഒരു കുഞ്ഞു കുരു പോലെ ഇരിക്കും, എന്നിട്ട് അത് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേന് അത് തൊടുമ്പോഴത്തേന് പൊട്ടിത്തെറിക്കും അല്ലേ? അപ്പൊ ആ തെറിക്കുമ്പോ പിന്നെ നമുക്കറിയാം റബ്ബറിന്റെ കായ കണ്ടിട്ടുണ്ടോ? റബ്ബറിന്റെ കായ, നിങ്ങളുടെ വീട്ടിൽ റബ്ബർ പ്ലാന്റ് ഉള്ളതല്ലേ? അതിലുണ്ടാകുന്ന സീഡ് കുറച്ച് വെയിൽ തെളിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ഭയങ്കര ഇങ്ങനെ മാലപ്പടക്കം പൊട്ടുന്ന ഒരു റബ്ബർ തോട്ടത്തിൽ ചെന്നാൽ കേൾക്കാം അല്ലേ? പൊട്ടിത്തെറിക്കും. അപ്പൊ ആ മദർ പ്ലാന്റിന്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയായിട്ടായിരിക്കും വീഴുന്നത്. അപ്പൊ അവിടെ അത് മുളച്ചു വരാൻ സാധ്യതകളുണ്ട്. നെക്സ്റ്റ്, germination of seeds. A seed contains a plant embryo in the resting stage. One more thing. Tomorrow you, instead of your social studies class, you will have science class. Okay? Because Tuesday I was on leave, I exchanged the class with Jisha Miss. So she took my science periods as your social studies. But tomorrow, instead of social, you will have a science. കഴിഞ്ഞവരുടെ കുഞ്ഞാറ്റയോട് പറയുന്നത് കേട്ടായിരുന്നു. ആഹാ, അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എത്ര നിങ്ങൾക്ക് നാളെ എത്ര പീരീഡാ സോഷ്യൽ വരുന്നത്? ഐ തിങ്ക് സെക്കൻഡ് പീരീഡ്. ഐ തിങ്ക് ടീച്ചർ ടുമാറോ അറ്റ് 8:30, isn't it? 8:30. പിന്നെ ഉണ്ടോ? പിന്നെ ഒരു ലാസ്റ്റ് ക്ലാസ് കൂടി ഉണ്ടോ? അവിടെ സ്റ്റാർ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 6ാം ക്ലാസ്സിന് കൂടുതൽ ക്ലാസ്. ഓക്കെ, ശരി. ഓക്കെ. yesterday I sent a note. Did you see that? നോട്ട് അയച്ചത് കണ്ടായിരുന്നാ? എഴുതുന്നുണ്ടോ? ഫെയ്ത്ത എന്തായി എഴുത്ത്? ഫെയ്ത്ത് പോയാ? ഫെയ്ത്ത് പോയാടാ? നോട്ടിന്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും വിട്ടുപോയി അല്ലേ? എനിവേ, exam is coming nearby. Study well. I hope you might have got the notice from Srikutti Miss. Notice ഉണ്ടായിരുന്നു ശ്രീകുട്ടി മിസ് അയച്ചത്. Okay, 15th of February onwards exam starts, periodic exam. Okay, you need not study question answers for that. Only that go in questions exam is conducting on Google form, so one word answers only will be there. Should be thorough with the full lessons. I will give the portions, each teachers will give their portions, but you have to be thorough with each lesson. Okay, എല്ലാ സബ്ജക്റ്റിന്റെ, അതായത് നമ്മൾ ഈ ബാക്കിൽ തന്നിരിക്കുന്ന വൺ വേർഡ് ആൻസേഴ്സ് മാത്രം നോക്കിയാൽ പോരാ, മൊത്തം ലെസൺ വായിച്ച് തറവ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കേണ്ടതില്ല, കാരണം വൺ വേർഡ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. Okay, germination of seeds. A seed contains a plant embryo in a resting stage. അപ്പൊ നമ്മൾ പറഞ്ഞു സീഡിന്റെ ഉള്ളിൽ എംബ്രോയ് ഉണ്ടായിരിക്കും അടുത്ത ന്യൂ പ്ലാന്റിന് വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ അത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എത്ര നാളത് അതിന്റെ ഉള്ളിൽ ആ സീഡ്സ് അങ്ങനെ ഇരുന്നാലും ന്യൂ പ്ലാന്റ് വരത്തില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വിത്തുകൾ എടുത്ത് ഈ വർഷം നോക്കിയാലും
അതിനുള്ളിൽ നിന്നും പുതിയ പ്ലാന്റ് വരത്തില്ല. ബട്ട് വെൻ ഇറ്റ് ഗെറ്റ്സ് ഓൾ ദ ഫെസിലിറ്റീസ്, ദാറ്റ് മീൻസ് സൺലൈറ്റ്, വാട്ടർ, when it gets sunlight and water, then only it will sunlight, water and air, oxygen, then only it will start to germinate. It can begin to grow only under favorable conditions. The seed must get moisture and oxygen. നിങ്ങളുടെ വീടുകളിൽ ഇപ്പം പയറോ പാവലോ ഒക്കെ ഉണ്ടാകും. അതിൻ്റെ എല്ലാം വിത്ത് എടുത്തു വെക്കും. ഒരു സീസണിലാണ് മോസ്റ്റ്ലി ഇത്തരം സാധനങ്ങളൊക്കെ നന്നായിട്ട് വളരുന്നതും ഫ്രൂട്ട്സ് ഈൽഡ് ചെയ്യുന്നതും. സോ യുവർ പേരൻസ് മറ്റ് ഹാവ് കെപ്റ്റ് ദ സീഡ്സ് ഫോർ ദ ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് നട്ടാൽ ചിലപ്പോൾ ഓവർ റെയിൻ കാരണം ഇറ്റ് മേ നോട്ട് ഗ്രോ വെൽ, മേ നോട്ട് ഈൽഡ് വെൽ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമ്മളതിന് ഓരോ സീസൺ ടൈമുകളൊക്കെ ഉണ്ടാകും. ഏകദേശം ആ ടൈം കണക്കാക്കിയാണ്. അപ്പം ആ സമയത്തേക്ക് നമ്മൾ വിത്തുകൾ എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കും, ഒരു പാത്രത്തിൽ അങ്ങനെ ഇട്ടു. ആ വിത്ത് അതിനകത്തിരുന്ന് മുളയ്ക്കത്തേ ഇല്ല. ബട്ട് വെൻ വി ഗീവ് സഫീഷ്യന്റ് സൺലൈറ്റ്, വാട്ടർ ആൻഡ് എയർ, ഇറ്റ് സ്റ്റാർട്ട് ടു ജെർമിനേറ്റ്. The seed must get moisture and oxygen. Most seeds need warmth as well. When all the conditions are favorable, germination begins. Germination is the early growth of a plant from its seed. ഒരു സീഡിൽ നിന്നും ഒരു പ്ലാന്റ് ഉണ്ടാകുന്നതാണ് നമ്മൾ ജെർമിനേഷൻ എന്ന് പറയുന്നത്, ജെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ബിഗിനിങ് ഓഫ് ക്ലാസ് മീൻസ് വെൻ യു കെയിം ടു 7th സ്റ്റാൻഡേർഡ്, ഇൻ ദി ബിഗിനിങ് ഓഫ് സയൻസ് ക്ലാസ്സസ് ആൻഡ് ഓൾ, ഐ ആസ്ക്ഡ് യു ടു ജെർമിനേറ്റ് സീഡ്സ്, എനി സീഡ് അറ്റ് ഹോം. നിങ്ങളോട് പറഞ്ഞായിരുന്നോ വിത്ത് മുളപ്പിക്കാനൊക്കെ, ചെറുപയറിന്റെ വിത്തൊക്കെ മുളപ്പിക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടായിരുന്നോ? അതേ 6th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. 6th തോന്നുന്നു. ഓക്കെ. അപ്പം ജെർമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര സമയം നമ്മൾ വെറുതെ പാത്രത്തിലിട്ട് വെച്ചിരുന്നാലും അത് മുളയ്ക്കത്തില്ല. പകരം അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സൺലൈറ്റും കൂടെ കൊടുത്തു കഴിയുമ്പോൾ, ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഓക്കെ. സോ ജെർമിനേഷൻ മീൻസ് growing of a new plant from a seed is known as a germination. It's the early growth of a plant from its seed. It begins with the intake of water by the seed. The enzymes in the seed start functioning when they get to water. അതിൻ്റെ ഉള്ളിലുള്ള എൻസൈം ഫങ്ഷൻ ആകുന്നത് എപ്പോഴാണ്? when it gets water. നിങ്ങൾ ചെറുപയർ മുളപ്പിച്ച് കറിയൊക്കെ വെക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ കുറച്ച് നമ്മൾ തലേദിവസം എടുത്ത് വെള്ളത്തിയിട്ട് പിറ്റേ ദിവസം അങ്ങനെ ഒരു 5-6 ദിവസം വെള്ളത്തിൽ കിടന്നാൽ അത് മുളയ്ക്കത്തില്ല. പക്ഷെ ഇതിനും സൺലൈറ്റ് കിട്ടണം, അതുപോലെ അതിന് ഓക്സിജനും കിട്ടണം. വെള്ളത്തിൽ കിടന്നുകൊണ്ടിരുന്നാൽ ആ ഓക്സിജൻ തീർന്നാൽ പിന്നെ ഓക്സിജൻ ഇല്ല അതിന് അല്ലേ? ഓക്കെ. The enzymes in the seed start functioning when they get water. These enzymes change the stored food into soluble form. This solution then differs into the radicals and plumel and they start growing. പിന്നെ അത് എന്ത് ചെയ്യുന്നു? പതിയെ പതിയെ ന്യൂ പ്ലാന്റ് ആകാൻ തുടങ്ങുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു സീഡ്, ഹാർഡ് ആയിട്ടിരിക്കുന്ന സീഡ് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറുന്നു? അത് സോഫ്റ്റ് ആകാൻ തുടങ്ങും. ഇപ്പം നമ്മൾ കടലയോ പിന്നെ പയറോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡ്രൈഡ് സീഡ് ആയിരിക്കും അല്ലേ? അതിന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ സോഫ്റ്റനാകാൻ തുടങ്ങും അല്ലേ? പിറ്റേ ദിവസം നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും സാധനം. അപ്പം വെള്ളം നമ്മൾ ഒഴിച്ചു കഴിയുമ്പോഴേക്കും ആ എൻസൈംസ് എന്താകും? അതിൻ്റെ ഉള്ളിലുള്ള ഫുഡിനെ, ഹാർഡായിട്ടിരിക്കുന്ന, ഡ്രൈ ആയിട്ടിരിക്കുന്ന പയറിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ഹാർഡ്, അതിന് വേണ്ടിയിട്ട് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഫുഡല്ലേ, അതിനെ സൊല്യൂബിൾ ഫോമിലേക്കാക്കി മാറ്റും, വെള്ളമൊക്കെ ആയി കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും. ആൻഡ് ദിസ് ദെൻ ഡിഫ്യൂസ് ഇൻ ടു ദ റേഡിക്കൽസ് ആൻഡ് പ്ലൂമൽ ആൻഡ് ദേ സ്റ്റാർട്ട് ഗ്രോയിങ്. എന്നിട്ട് അത് ഈ പ്ലാന്റിന് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഫുഡ് അത് ഹാർഡായിട്ടിരിക്കുന്ന പ്ലാന്റിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വെൻ വി ആഡ് വാട്ടർ ടു ദാറ്റ്, ദിസ് water will make the food which is stored in the seed into soluble form and then it is used by the plant to be grown. The radical starts growing first and pushes down in the soil. ആദ്യം radicals വളരാൻ തുടങ്ങും, എന്നിട്ട് താഴെ മണ്ണിലേക്ക് വളരും. Then it becomes the root. റേഡിക്കൽ ആണ് ആദ്യം റൂട്ടായിട്ട് താഴോട്ടാണ് വളരുന്നത്, മേളിലോട്ട് വളരത്തില്ല. എന്നിട്ട് അത് റൂട്ടായി മാറും. Then the plumel start growing. It pushes up and grows into the shoot and leaves. അതിനുശേഷം പിന്നെ പ്ലൂമിൽ വളരാൻ തുടങ്ങും, അത് മേളിലേക്ക് വളരും. അത് മേളിലേക്ക് വളരുന്ന സാധനം എന്തായി മാറും? ഇറ്റ് വിൽ ബിക്കം സീഡ്സ്, ലീവ്സ് ആയിട്ട്, ലീവ്സ് ബ്രാഞ്ചസ് ആൻഡ് ആയിട്ട് മാറി
to pushes up and grows into the shoot and leaves. The leaves start to make food by photosynthesis, and thus the plant begins to depend on its own food. കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ പ്ലൂമിൽ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് വളർന്ന് ലീവ്സ് ഒക്കെ ആകും. ലീവ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് റെഡി ആകും. ദെൻ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് will be ready to do photosynthesis. What is photosynthesis? Photosynthesis is the process in which the plant make their own food using the sunlight, water and mineral from the soil. Okay, so ഈ പ്ലൂമിൽ വളരാൻ തുടങ്ങി ലീവ്സ് ഒക്കെ കുറച്ച് ലീവ്സ് ആയി കഴിയുമ്പോഴത്തേനും ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പ്രാപ്തിയാകും. പിന്നെ അവർ തന്നെ ഫുഡൊക്കെ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് പിന്നെ സ്വയം പര്യാപ്തതയിൽ ആയിക്കൊള്ളും. Okay, Diya, can you hear me? കേൾക്കുന്നുണ്ടോ? എല്ലാവരും പോയി അല്ലേ? ദിയ മാത്രമായി ബാക്കി. Anyway, lesson is over. Notes I will send you later. Okay, then bye.